ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2025 റിലീസായ സ്റ്റഡി ഗ്രൂപ്പ് എന്ന ഒരു ആക്ഷൻ കോമഡി സീരീസാണ്. മൊത്തം 10 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ബുക്ക് വായിച്ചിരിക്കുന്ന പീഹാൻ്റെ അടുത്തേക്ക് വരുന്ന മിൻഹാനെയാണ്. തൻ്റെ തോക്കെടുത്ത് ടേബിളിൽ വെച്ച് ഈ നീതി ഉണ്ടാക്കിയെടുക്കുന്നത് എന്ത് കഷ്ടപ്പാടാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ പൈസയ്ക്ക് വേണ്ടി പ്രശ്നമുണ്ടാക്കുന്നതാണോ നിന്റെ നീതി എന്ന് പീഹാൻ ചോദിക്കുന്നത് കേൾക്കാം. ഈ മിന്നിന് ഒരു പുതിയ ക്ലയൻറ്റിന് വർക്ക് കിട്ടിയിരിക്കുകയാണ്. ചെറിയ തരത്തിലുള്ള ഒരു കൊട്ടേഷൻ ബിസിനസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇവരാണെങ്കിൽ ഇവരുടെ ഈ ഗ്രൂപ്പിനിട്ടേക്കുന്ന പേര് നോ റീസൺ എന്നാണ്. അതായത് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ മറ്റുള്ളവരെ തല്ലിച്ചതക്കുന്നു. എന്ത് നല്ല പേരാ ഈ നോ റീസൺ എന്ന് മിൻഹാൻ പറയും. ശേഷം ഇപ്പോൾ സേഹോണിനെയും കൂട്ടി വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് ഗാമി. പുറത്തു തന്നെ അവൻ്റെ അമ്മയും കാത്തിരിക്കുന്നുണ്ട്. ഇവന് വീട്ടിൽ കയറാനായിട്ട് അമ്മ കൊടുത്തിട്ടുള്ള സമയം കഴിഞ്ഞുപോയി. സേഹോൻ്റെ ഡ്രസ്സിലെ ചോരയും ചെളിയും ഒക്കെ കാണുമ്പോഴേ എന്തോ ഒരു പ്രശ്നത്തിലായിരുന്നു ഇവരെന്ന് അമ്മക്ക് മനസ്സിലാവുന്നുണ്ട്. നീ ലേറ്റ് ആയെന്നത് മാത്രമല്ല, ഫോൺ ഓഫാക്കി വെച്ചു. നീ എനിക്ക് തന്ന പ്രോമിസ് മറന്നോ? നാളെ തന്നെ സ്കൂൾ ട്രാൻസ്ഫർ ആവാൻ ഒരുങ്ങിക്കോ എന്നും പറഞ്ഞ് ഇവൻ്റെ അമ്മ അകത്തേക്ക് കയറിപ്പോകുന്നു. ഇപ്പോൾ റൂമിലെത്തുമ്പോൾ ഗാമിൻ ഇങ്ങനെ സേഹോണിനോട് പറയാണ്, ഞാൻ പോകുമ്പോൾ സ്റ്റഡി ഗ്രൂപ്പ് നീ നന്നായിട്ട് നോക്കണം, എൻ്റെ കുറവ് നീ നികത്തണം എന്നൊക്കെ. നിൻ്റെ അമ്മ നേരത്തെ ട്രാൻസ്ഫർ ആവാൻ പറഞ്ഞത് കൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എടാ, അത് നിൻ്റെ അമ്മ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതല്ലേ എന്ന് സേഹോൺ ചോദിക്കുമ്പോൾ, നിനക്ക് എൻ്റെ അമ്മയെ അറിയാത്തതുകൊണ്ടാ. എൻ്റെ അമ്മ എന്തെങ്കിലും കാര്യത്തിൽ റെഡി ആയിട്ടിരിക്കാൻ പറഞ്ഞാൽ അത് ചെയ്യും എന്നാണ് അർത്ഥം. പണ്ട് ചെറുപ്പത്തിൽ അമ്മ ഇവൻ്റെ അടുത്ത് വന്ന് അമ്മയും അച്ഛനും ഡിവോഴ്സ് ആവാൻ പോവുക, നീ ഒന്ന് പ്രിപ്പയർ ആയിട്ടിരുന്നോ, നീ പഠനത്തിൽ മോശമാണെങ്കിലും അതെനിക്കൊരു പ്രശ്നമല്ല, നീ നല്ല ഒരാളായിട്ട് വളരണം എന്നത് മാത്രമാണ് എനിക്ക് വേണ്ടത്, അതുകൊണ്ട് മോശം പ്രവൃത്തിയിലൊന്നും പോയി നീ പെടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ സമയം തന്നെ ഇപ്പോൾ ഇവൻ്റെ അമ്മ റൂമിലോട്ട് വന്ന് വെറുതെ സംസാരിച്ചിരിക്കാതെ ഉറങ്ങെന്നു പറഞ്ഞ് ഒരു പേപ്പർ ടേബിളിലേക്ക് വെക്കുന്നുണ്ട്. ഇത് നിനക്ക് ട്രാൻസ്ഫർ ആവാനുള്ള സ്കൂളുകളുടെ ലിസ്റ്റാണ്, രാവിലെ ഒരെണ്ണം സെലക്ട് ചെയ്ത് വെക്കാനായിട്ട് പറയും. ഇപ്പോൾ സേഹോണിനോട് ബെഡിൽ കിടക്കാൻ പറഞ്ഞിട്ട് അവൻ കിടക്കാത്തത് കൊണ്ട് തന്നെ ഇവൻ്റെ കൂടെ താഴെ വന്ന് കിടക്കുകയാണ് ഗാമി. ലീ മിസ് പണ്ട് ഇവൻ്റെ ട്യൂഷൻ ടീച്ചറായിരുന്നു എന്ന കാര്യമൊക്കെ സേഹോൺ അറിയുന്നത് ഇപ്പോഴാണ്. എനിക്കിപ്പോഴും നിന്നെ മനസ്സിലാവുന്നില്ല. നിന്റെ അമ്മ നിന്നെ പഠിത്തത്തിൽ മുന്നിലെത്താൻ പറഞ്ഞ് ഫോഴ്സ് ചെയ്യുന്നില്ല. എന്നെപ്പോലെ പൈസ ഉണ്ടാക്കേണ്ട ആവശ്യവും നിനക്കില്ല. എന്നിട്ടും നീ എന്തിനാ ഇങ്ങനെ മാർക്കിന് വേണ്ടി നടക്കുന്നത് എന്ന് സേഹോൺ ചോദിക്കുമ്പോൾ ഗാമിൻ്റെ മനസ്സിലേക്ക് പണ്ടത്തെ ഒരു ദൃശ്യം കടന്നു വരുന്നു. ഒരുപാട് മീഡിയാസ് ഇവന് ചുറ്റും കൂടി മോൻ്റെ അച്ഛൻ വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണല്ലോ നേടിയിരിക്കുന്നത്, അച്ഛൻ്റെ അതേ പാതയാണോ മോനും പിന്തുടരാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ്റെ കയ്യിലുള്ള എക്സാമിലെ തോറ്റ പേപ്പർ അവനിങ്ങനെ മറച്ചു വെക്കും. അന്ന് രാത്രി അമ്മ അച്ഛനോട് ഇങ്ങനെ പറയുന്നത് അവൻ കേൾക്കുന്നുണ്ട്, അവന് നിങ്ങളിങ്ങനെ ഒരുപാട് പ്രതീക്ഷ കൊടുക്കുന്നത് നിർത്ത്, നിങ്ങളെപ്പോലെയുള്ള ജീനിയസ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ, ഗാമിന് പറ്റില്ല എന്നൊക്കെ പറയുന്നത്. നമ്മളിൽ ആളുകൾക്ക് ഒരു പ്രതീക്ഷയുമില്ലാത്ത അവസ്ഥ വളരെ സങ്കടകരമാണ്. ഇത് ഗാമിൻ പറയുമ്പോൾ സേഹോണിനും ഇത് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം സേഹോണിൻ്റെ കാര്യത്തിൽ അവൻ്റെ അച്ഛനും ഒരു പ്രതീക്ഷയുമില്ലല്ലോ. ശേഷം രാവിലെ തന്നെ ഗാമിൻ്റെ കൂടെ വന്ന് TC വാങ്ങുന്ന കാര്യത്തെക്കുറിച്ച് പ്രിൻസിപ്പാളിനോട് സംസാരിക്കുകയാണ് അവൻ്റെ അമ്മ. ഇവൻ പോകുന്ന വിവരം സേഹോണിൻ്റെ അടുത്ത് നിന്ന് അറിഞ്ഞ് നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പും പ്രിൻസിപ്പളിൻ്റെ റൂമിൻ്റെ മുന്നിൽ കൂടിയിട്ടുണ്ട്. എടാ, അവൻ ശരിക്കും പോകുമോ? ഇനിയിപ്പോൾ നമ്മളെന്താ ചെയ്യുക എന്നൊക്കെ അവരിങ്ങനെ ചോദിച്ചു നിൽക്കുമ്പോൾ യൂസോങ് ഹൈ എന്ന് പറയുന്നത് ഏറ്റവും മോശം ഗ്രേഡ്സ് ഉള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അതുകൊണ്ട് തന്നെ യൂസോണിൽ നിന്നുള്ള ഒരു കുട്ടിയെയും ഈ സിറ്റിയിലുള്ള ഒരു സ്കൂളുകാരും ഏറ്റെടുക്കില്ല. മാത്രമല്ല, മറ്റു സ്കൂളുകൾ നമ്മുടെ കരിക്കുലർ അല്ല ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് അടുത്ത ഏതെങ്കിലും ടെക്നിക്കൽ സ്കൂൾ നോക്കുക. അല്ല, നീ അവൻ്റെ മാർക്കിനെ കുറിച്ച് മറന്നുപോയോ? ഇവരാണെങ്കിലും ആദ്യമായിട്ടാണ് ഗാമിൻ്റെ മാർക്കിനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി നിൽക്കുകയാണ്. ഈ സമയം ഗാമിൻ്റെ അമ്മ ഇവനെയും കൊണ്ട് പുറത്തേക്ക് വരും. ഗാമിനോട് അവൻ്റെ അമ്മ പറയാണ്, ഇനി ഇവിടെ അടുത്തൊന്നും സ്കൂളൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് നേരെ സിയോളിലോട്ട് പോകാം. എന്നാൽ ഈ ട്വിസ്റ്റ് അവർ സ്റ്റഡി ഗ്രൂപ്പ് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നമ്മളെന്താ ചെയ്യുക എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ നമുക്കാദ്യം നമ്മൾ മോശം സ്റ്റുഡൻസ് അല്ല എന്ന് അവൻ്റെ അമ്മയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇത് കേൾക്കുന്ന ജൂൺ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ റൂഫ് ടോപ്പിൽ നിന്ന് എടുത്തു ചാടാം, നിങ്ങൾ എന്നെ വന്ന് രക്ഷിക്ക്, അവനൊരു കോണത്തിൽ ഐഡിയയും കൊണ്ട് വന്നേക്കുന്നത് എന്ന് പറഞ്ഞ് ചീത്ത വിളിക്കുകയാണ്. ഇപ്പോഴാണ് ഇവർ മുന്നിലായിട്ട് ഒരുത്തൻ സിഗരറ്റും വലിച്ചു നിൽക്കുന്ന കാര്യം കാണുന്നത്. ഇതെങ്ങാനും ഗാമിൻ്റെ അമ്മ കണ്ടാൽ തീർന്നു. നാലും കൂടെ ഓടി അവനെ ബ്ലോക്ക് ചെയ്ത് സ്മെല്ലൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സ്പ്രേ ഒക്കെ അടിക്കുകയാണ്. എന്നാൽ അതുവഴി വരുന്ന ഗാമിൻ്റെ അമ്മയാണെങ്കിൽ താഴെ മൊത്തം സിഗരറ്റാണ് കിടക്കുന്നത്. എന്നാൽ ഒരു ടീച്ചർ പോലും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞ് പോകുമ്പോഴാണ്
താഴെ കിടക്കുന്ന കൊട്ടക്കണക്കിന് സിഗരറ്റ് കുറ്റികളുടെ കാര്യം ഇവർ കാണുന്നത്. ശേഷം ഇവർ വന്ന് കാറിൽ കയറുന്നതും സ്റ്റഡി ഗ്രൂപ്പ് അങ്ങോട്ടേക്ക് ഓടി വന്ന് അത് ആൻറ്റി, പിന്നെ ദേ ഇവനെ നോക്കി, ഇവൻ എന്നും നല്ല മാർക്ക് കിട്ടാറുണ്ട്, സ്കൂളിൽ തന്നെ സെക്കൻഡ് പൊസിഷൻ ഇവനാ. എന്നാൽ ഗാമിൻ്റെ അമ്മയാണെങ്കിൽ അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, സ്കൂളിലെ മാർക്കൊന്നും എനിക്ക് പ്രശ്നമേ അല്ല. ഇപ്പോൾ നേരെ ജുണ്ണാണെങ്കിൽ ഞങ്ങൾക്ക് ഗാമിനെ വേണം, അവനെ ഞങ്ങൾക്ക് തരണം. എൻ്റെ പേര് ലീ ജുൺ, ഞാൻ ഗാമിൻ്റെ എതിരാളിയാണ്. യൂസോങ്ങിനെ തന്നെ സ്ട്രോങ് മാൻ ആവാൻ എനിക്ക് അവനിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. പെട്ടെന്ന് തന്നെ ഇവൻ്റെ വാ പൊത്തിപ്പിടിച്ച് ജീവു അവനെ എടുത്തു മാറ്റും. ഒരു വഴിയുമില്ല. അവൻ്റെ അമ്മ അവനെയും കൊണ്ടുപോകുമ്പോൾ ഹേവോൺ ആണെങ്കിൽ ചാടിക്കയറി സത്യം പറഞ്ഞ എൻ്റെ വയറ്റിൽ ഗാമിൻ്റെ കുഞ്ഞ് വളരുന്നുണ്ട് എന്നും പറഞ്ഞ് ഛർദ്ദിക്കുന്ന പോലെയൊക്കെ കാണിക്കുകയാണ്. ഇത് ഇനിയും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അമ്മയോട് പോകാൻ വേണ്ടി പറയാണ് ഗാമി. ഇവർ പോകുന്ന സമയത്തായിരിക്കും അങ്ങോട്ടേക്ക് ലീ മിസ് വരുന്നത്. ഇവർ നേരെ ചെന്ന് കാര്യം മൊത്തം ലീ മിസ്സിനെ അറിയിക്കും. മിസ് ഗാമിന് പണ്ട് ട്യൂഷൻ എടുത്ത ആളല്ലേ, അവൻ്റെ അമ്മയായിട്ട് പരിചയമൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ പരിചയമുണ്ട്, പക്ഷെ അവൻ്റെ അമ്മ അങ്ങനെ എല്ലാവരെയും പോലെ ഒരാളല്ല, എന്തായാലും നമ്മൾ ഒരിക്കലും വിട്ടുകൊടുത്തത്. ഇപ്പോൾ പ്രിൻസിപ്പൾ വരുമ്പോൾ ടേബിളിലായിട്ട് എന്തോ ഒരു പേപ്പർ ഇരിക്കുന്നുണ്ട്. അവിടെയുള്ള ഒരു സാറ് പറയും അത് ലീ മിസ് തരാൻ വേണ്ടി ഏൽപ്പിച്ചതാണെന്ന്. എന്നാൽ പേപ്പർ തുറന്നു നോക്കുന്ന പ്രിൻസിപ്പൾ ആണെങ്കിൽ ഷോക്കായി, ഇവൾക്കെന്താ ഭ്രാന്താണോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ശേഷം കാറിലിരിക്കുന്ന സമയം ഗാമിന് ഒരു മെസ്സേജ് വരികയാണ്. അത് സ്റ്റഡി ഗ്രൂപ്പ് ടീമിൻ്റെ അടുത്ത് നിന്നായിരുന്നു. എടാ തിരിഞ്ഞു നോക്കടാ, ഞങ്ങൾ നിൻ്റെ പിറകെ ഉണ്ടെന്നും പറഞ്ഞ് നോക്കുമ്പോൾ ദേ ലീ മിസ് ഇവരെയും കൊണ്ട് സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും സ്പീഡിൽ വരുന്നതുകൊണ്ട് തന്നെ വോമിറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ് ജൂണിന്. ഇപ്പോൾ പെട്ടെന്നാണ് ഒരുത്തൻ ബൈക്ക് കൊണ്ട് ഇവരുടെ കാറിന് മുന്നിൽ വന്ന് നിർത്തുന്നത്. കാർ നിർത്തേണ്ട സമയം തന്നെ ജൂൺ ചാടി ഇറങ്ങുകയാണ് വോമിറ്റ് ചെയ്യാനായിട്ട്. ആ വന്നവൻ്റെ കൂടെ തന്നെ കുറേ പേരുണ്ടായിരുന്നു. ആ വന്നിരിക്കുന്നത് വേറെ ആരുമല്ല, തേഹോണാണ്. ഗാമിനോട് മുട്ടാൻ വന്ന് ഗാമിൻ്റെ അടി കൊണ്ട ഒരുത്തനില്ലേ അവൻ. നിങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്നിവൻ പറയുന്നത് കേൾക്കുമ്പോൾ ജൂൺ ആണെങ്കിൽ എന്താ ഗാമിൻ ട്രാൻസ്ഫർ ആവാനാണോ നീ ആഗ്രഹിക്കുന്നത്, കാരണം നിനക്ക് അവനെ തല്ലിത്തോപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇത് കേൾക്കുന്ന തേഹോണാണെങ്കിൽ അവന് മനുഷ്യന്മാരെക്കാൾ ശക്തിയുണ്ട്, ഞാൻ എങ്ങനെ അവൻ്റെ കൂടെ പിടിച്ചു നിൽക്കാനാണെന്ന് ചോദിക്കുന്നു. എന്തായാലും നിന്റെ എക്സ്ക്യൂസ് കൊള്ളാം, പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിനക്ക് എങ്ങനെ വന്നാലും നിന്റെ നമ്പർ 1 പൊസിഷനിലോട്ട് മാറാൻ പറ്റില്ല. കാരണം ഗാമിന് ശേഷം രണ്ടാമത് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആൾ ഞാനാ. അവൻ്റെ തള്ളു സഹിക്കാൻ വയ്യാണ്ട് ഇവനെ എറിഞ്ഞു വീഴ്ത്താണ്. ഇത് കണ്ട് ലീ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ജീവു അതിനെ സ്റ്റോപ്പ് ചെയ്ത് ഇത് താൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ജുണ്ണും ജീവുവും അവന്മാരെല്ലാം അടിച്ചിടുന്നു. എന്നാലും ചാടി എഴുന്നേറ്റ് പിന്നെയും അടി വാങ്ങാൻ വേണ്ടി വരികയാണ് തേഹോൺ. ഇതൊരു നടക്ക് പോവില്ലെന്ന് മനസ്സിലാക്കുന്ന ജുണ്ണാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ലീഡറാണ് ഇപ്പോൾ നമുക്ക് പ്രധാനം. അതുകൊണ്ട് നീ മിസ്സിനെയും കൂട്ടി പൊക്കോ, എന്നെ ഓർത്ത് പേടിക്കണ്ട, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ജീവു ഒരുപാട് ആളാവല്ലേ, നിനക്ക് ആ കാറിനകത്തിരിക്കാൻ പേടിയായിട്ടല്ലേ, തൂക്കിയല്ലോ നാഥ എന്ന് മനസ്സിലാക്കിയ അവൻ ജീവുവിനോട് ഇത് വേറെ ആരോടും പറയല്ലേ എന്ന് പറയാണ്. അങ്ങനെ മിസ്സിനെയും കൂട്ടി ജീവു അവിടെ നിന്ന് പോവുകയാണ്. തേഹോയുടെ ബൈക്കും തട്ടിത്തെറിപ്പിച്ചാണ് ലീ അവിടെ നിന്ന് പോകുന്നത്. നീ ഒറ്റയ്ക്ക് ഞങ്ങളെ നേരിടാൻ പോവാണോ, നീ തോക്കോടാ എന്ന് തേഹോൺ പറയുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ തോക്കാം, പക്ഷേ അതിപ്പോൾ എനിക്കൊരു പ്രശ്നമല്ല, ഇപ്രാവശ്യം ഞാൻ നിന്നെ വെറുതെ വിടില്ല. അങ്ങനെ ഫ്ലാഷ് ബാക്കിൽ ഇവനിങ്ങനെ അടി കെട്ടിക്കിടക്കുമ്പോൾ ഗാമിൻ ഇവൻ്റെ അടുത്തേക്ക് വന്ന് ഫൈറ്റിൻ്റെ റാങ്ക് കൂട്ടാൻ നീ എന്തിനാ ഇത്രയും പ്രയത്നിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സ്ട്രോങ് ആയിട്ട് എനിക്ക് എൻ്റെ ഒരു പഴയ ഫ്രണ്ടിനെ കണ്ടുമുട്ടാനുണ്ട്. ഇത് കേൾക്കുന്ന ഗാമിനാണെങ്കിൽ ഇവനെയും കൂട്ടി പാർക്കിലേക്ക് ചെല്ലും. എന്നിട്ട് ഇവൻ്റെ അങ്കിള് ഇവന് പഠിപ്പിച്ചു കൊടുത്ത കുറച്ച് ടെക്നിക്സ് ഗാമിൻ ജൂണിന് പറഞ്ഞു കൊടുക്കുന്നു. അവൻ ആ ഒരു ടെക്നിക്ക് തേഹോയിൽ പ്രവർത്തിക്കും, പക്ഷെ ചെറുതായി ഒന്ന് പാളിപ്പോകുന്നു. ശേഷം ഗാമിനെയും കൊണ്ട് ഒരു പുതിയ വീട് വാങ്ങാനായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അവൻ്റെ അമ്മ. അപ്പോഴേക്കും നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പ് അങ്ങോട്ടേക്ക് എത്തും. കയറി ചെല്ലുമ്പോൾ തന്നെ ഹേവോൺ ആണെങ്കിൽ ആൻറ്റി ഞാൻ പ്രഗ്നൻ്റ് അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞാണെന്ന് പറയുകയാണ്. ഇവരെല്ലാവരെയും കണ്ട് നിങ്ങൾ ഇത്രയും ദൂരം ഞങ്ങളെ ഫോളോ ചെയ്ത് വന്നതാണോ എന്ന് അതിശയത്തിൽ ചോദിച്ച് നിൽക്കുകയാണ് ഗാമിൻ്റെ അമ്മ. അമ്മ ഇവരെ എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല, എന്നാൽ ഇവരെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഈ സമയം തന്നെ ലീ മിസ്സും അങ്ങോട്ടേക്ക് വരും. മിസ്സിനെ ഓൾറെഡി ഇവൻ്റെ അമ്മയ്ക്ക് പരിചയമുണ്ടല്ലോ. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഒരു കഫേയിലിരുന്ന് സംസാരിക്കുന്നു. നിന്നെ ഒരുപാട് നാൾ കഴിഞ്ഞ് കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ കണ്ടുമുട്ടുമ്പോൾ തന്നെ വീണ്ടും പിരിയാനാ നമ്മുടെ വിധി. എനിക്ക് സന്തോഷമുണ്ട് നീ ഗാമിൻ്റെ ടീച്ചറായതിന്, എന്നാൽ എനിക്ക് ഗാമിനെ ഒരു വയലൻസ് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പൊക്കോ. മിസ് ലീ ശരിയാണ്, യൂസോങ് ടെക്നിക്കൽ ഹൈസ്കൂൾ ഒരു നല്ല സ്കൂളേ അല്ല. ഗാമിന് ഒരു നല്ല എൻവയൺമെൻറ്റിൽ പഠിക്കാൻ തന്നെയാണ് എൻ്റെയും ആഗ്രഹം. എന്നാൽ കുട്ടികൾ ഒരുപാട് ആഗ്രഹിച്ചു പോയി. ഇപ്രാവശ്യം നമുക്ക് അവരിൽ വിശ്വസിക്കാം. ഗാമിനും ഇവരും ചേർന്ന് ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്.
ഇവരെ പോലെയുള്ള കുട്ടികളാൽ ആ സ്കൂൾ ഭാവിയിൽ ഒരു നല്ല സ്കൂളായി മാറും. അതിന് ഞാൻ ഉറപ്പു തരുന്നു. ഇത് കേൾക്കുന്ന ഇവൻ്റെ അമ്മയാണെങ്കിൽ ഗാമിൻ താൻ ഈ സ്കൂളിൽ നിന്ന് നന്നായിട്ട് മാർക്ക് വാങ്ങി ഒരു വലിയ കോളേജിൽ ചേരുമെന്ന് പറയുന്നതും ട്രാൻസ്ഫർ ആകാൻ ഒരുങ്ങി നിൽക്കുന്ന ഇവനെ എത്ര കഷ്ടപ്പെട്ടും തടയുന്ന ഫ്രണ്ട്സിനെ എല്ലാം ഓർക്കുവാണ്. ചെറുതായി ഒന്ന് മനസ്സ് മാറി വരുമ്പോഴാണ് കുറേ റൗഡികൾ ആ കഫേയിലേക്ക് തള്ളി തുറന്ന് അങ്ങോട്ടേക്ക് വരുന്നത്. അവന്മാരുടെ ലീഡർ മിൻഹാനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പൊക്കെ ഇവിടെ ഉണ്ടോ? പക്ഷേ ഗൈസ്, എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല. ലീ മിസ്, നമുക്കൊന്ന് സംസാരിച്ചാലോ? ഇവൻ ലീയോട് വളരെ മോശമായി സംസാരിക്കുന്നത് കണ്ട് ദേഷ്യത്തിൽ നിൽക്കുകയാണ് ജീവുവും ടീമും. ഇപ്പോൾ ലീ ആണെങ്കിൽ എനിക്ക് നിങ്ങൾ ആരാണെന്ന് അറിയില്ല, എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യേ, ഞാനിപ്പോൾ ഒരു പാരൻറ്റുമായിട്ട് സംസാരിച്ചിരിക്കുക. എന്നാൽ ഇത് കേട്ട് ദേഷ്യത്തിൽ മിൻഹാൻ അവിടെ ഇരിക്കുന്ന ഒരു ഗ്ലാസ് ഒക്കെ എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ലീക്ക് മനസ്സിലാകും എന്താണ് ഇവന് വേണ്ടതെന്ന്. പീഹാൻ്റെ എന്തെങ്കിലും കാര്യമാണോ? ഞാൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അവനെതിരെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണോ നിങ്ങളിവിടെ വരാനുള്ള കാര്യം? ചിലപ്പോൾ അതായിരിക്കണം എന്ന് പറയുന്ന മിൻഹാനോട് തനിക്കിപ്പോൾ ചെയ്തു തീർക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന് പറയുകയാണ് ലീ. അപ്പോൾ നിനക്ക് ഞങ്ങളുടെ കൂടെ വരാൻ ഉദ്ദേശമില്ല. അങ്ങനെ ഒരുത്തൻ ലീയെ അടിക്കാനായിട്ട് വരുന്നതും അവനെ നേരിടാനായിട്ട് ഗ്ലാസ് ഒക്കെ ഊരി വെച്ച് ചെല്ലുകയാണ് ഗാമി. എന്നാൽ പെട്ടെന്നൊരു നിമിഷം എല്ലാവരും ഒന്ന് സ്റ്റക്കായി പോകും. കാരണം ഈ വന്നവനെ ഒരൊറ്റ കിക്കിൽ ഇടിച്ച് താഴെ ഇട്ടിരിക്കുകയാണ് ഗാമിൻ്റെ അമ്മ. ഗാമിൻ്റെ അമ്മ കൊറിയൻ കരാട്ടെ അസോസിയേഷൻ്റെ ഡയറക്ടറാണ്. ഗാമിൻ്റെ അമ്മയുടെ ഫൈറ്റിംഗ് സ്കിൽസ് കണ്ട് സ്റ്റഡി ഗ്രൂപ്പിൽ കിളി പോയിട്ടുണ്ടാവും. കൂടെ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലീ പെട്ടെന്ന് ഫോൺ എടുത്ത് അവളുടെ ഫ്രണ്ടായ പോലീസിനെ വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് മിൻഹാൻ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യുന്നത്. ഭാഗ്യത്തിന് അവൾക്ക് കൊള്ളില്ല. രണ്ടാമത്തെ പ്രാവശ്യം ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഗാമിൻ്റെ അമ്മ ലീയെ പെട്ടെന്ന് പിടിച്ചു മാറ്റിയാണ്. അങ്ങനെ ഷോട്ട് ഏൽക്കുന്നത് അവിടെയുള്ള ഒരു ഗ്ലാസ്സിലാണ്. എന്നാൽ ഗ്ലാസ് ഇപ്പോൾ നേരെ തകർന്ന് ഗാമിൻ്റെ അമ്മയുടെ മേത്തേക്ക് വീഴുന്നു. അതിൻ്റെ ആഘാതത്തിൽ ബോധമില്ലാതെ വീഴുന്ന ഗാമിൻ്റെ അമ്മയുടെ ദേഹത്തു നിന്ന് ഒരുപാട് ചോര പോകുന്നത് കാണാം. എല്ലാം പെട്ടെന്നായതുകൊണ്ട് തന്നെ അനങ്ങാൻ പറ്റാതെ നിന്ന് പോവുകയാണ് ഗാമി. ശേഷം പിറ്റേന്ന് രാവിലെ സ്കൂളിലേക്ക് എന്തോ തീരുമാനിച്ചുറപ്പിച്ചെന്ന രീതിയിൽ പോകുന്ന ഗാമി സ്കൂളിലെത്തി നേരെ വരുന്നത് പീഹാൻ്റെ അടുത്തേക്കാണ്. അവൻ്റെ അമ്മയുടെ അവസ്ഥയ്ക്ക് കാരണം പീഹാനാണല്ലോ. ദേഷ്യത്തിൽ പീഹാൻ്റെ നേരെ ഓടി വരുന്നതും പകുതിക്ക് വെച്ച് അവൻ്റെ ആളുകൾ ഗാമിനെ സ്റ്റോപ്പ് ചെയ്യും. എനിക്കറിയാം നിന്റെ അമ്മയ്ക്ക് പരിക്കായതിൽ നിനക്ക് ദേഷ്യമായിരിക്കുമെന്ന്, എന്നാൽ ഒരുപാടൊന്നും ചെയ്യാൻ നോക്കണ്ട, ഇതൊരു ശാപം പിടിച്ച സ്കൂളാ എന്ന് പറഞ്ഞു പോകുന്ന പീഹാൻ അവനെ ആവശ്യത്തിന് കൈകാര്യം ചെയ്തേക്ക്. അതാകുമ്പോൾ അവന് അവൻ്റെ അമ്മയുടെ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആകാം എന്നും ഇവൻ്റെ ആളുകളെ പറഞ്ഞ് ഏൽപ്പിച്ചാണ് പോകുന്നത്. ഫ്ലാഷ് ബാക്കിൽ ഇന്നലെ ഹോസ്പിറ്റലിൽ ഇവൻ്റെ അടുത്തേക്ക് വന്ന പാർക്ക് ഇത് പീഹാൻ തന്നെയായിരിക്കും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ലീ മിസ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തതായിരിക്കണം കാരണം. ഇത് കേട്ട് ഇത് താൻ വെറുതെ വിടില്ലെന്ന് പറയുന്ന ഗാമിനോട് നിനക്കൊരിക്കലും പീഹാനെ തൊടാൻ പറ്റില്ല, കാരണം അതിനേക്കാൾ മുന്നേ നിനക്ക് അവൻ്റെ 3 സെക്യൂരിറ്റി ഗാർഡ്സിനെ നേരിടേണ്ടി വരും എന്ന് മുന്നേ പാർക്ക് ഇവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ 3 എണ്ണത്തിനെയും പീഹാൻ നേരിട്ട് തിരഞ്ഞെടുത്തതാണ്. അതായത് അവർ അത്രയ്ക്ക് സ്ട്രോങ് ആണെന്നർത്ഥം. ഒരു ചെറിയ ഫൈറ്റിൽ തന്നെ ഗാമിനെ അവർ അടിച്ചിടുന്നു. അവരുടെ അടി കൊണ്ട് താഴെ കിടക്കുന്ന ഗാമിൻ ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ ചോരത്തളപ്പ് മാത്രം പോരാ എന്ന് പണ്ട് അവൻ്റെ അങ്കിള് പറഞ്ഞ കാര്യമാണ് ഓർക്കുന്നത്. ഗാമിൻ ഫൈറ്റ് ചെയ്യാനായിട്ട് വീണ്ടും എഴുന്നേൽക്കും. ഇവന് കിട്ടിയതൊന്നും പോരെ, വീണ്ടും വേണോ എന്ന് ചോദിച്ച് ഇവർ വീണ്ടും ഇവനെ തല്ലാനായിട്ട് ഇറങ്ങുന്നത്. ഇപ്രാവശ്യം ഇവരെല്ലാം വളരെ ഈസിയായി ഗാമിൻ അടിച്ചു കൊഴുത്തും. അതിന് അങ്കിള് പറഞ്ഞു കൊടുത്ത പല ടെക്നിക്കുകളും അവൻ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗാമിൻ ഇപ്പോൾ നേരെ റൂഫ് ടോപ്പിൽ നിന്ന് താഴെ വരികയാണ്. അവിടെ പണ്ട് ഇവൻ ഒട്ടിച്ച സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ഒരു നോട്ടീസ് താഴെ കിടപ്പുണ്ട്. അതിൽ കുറേ പേര് പേന കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കാണാം. നിങ്ങളുടെ ലൈഫ് കളയണമെങ്കിൽ ഇത് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞ്. തങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പിനെതിരെ വന്ന ആക്രമണവും താൻ കാരണം അമ്മ ഇപ്പോൾ ക്രിട്ടിക്കലായി കിടക്കുന്നതുമെല്ലാം ആലോചിച്ച് ഇതെല്ലാം താൻ കാരണമാണോ, താൻ ഈ സ്കൂളിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നോ എന്നൊരു കുറ്റബോധത്തിലാണ് ഗാമിൻ. ഇപ്പോൾ ഉള്ളത് സ്കൂൾ ഹാളിലാണ്. സ്റ്റുഡൻസ് എല്ലാവരും ഉണ്ട്. ഒരു അസംബ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റുഡൻസിനോട് എല്ലാവരോടുമായിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ നമ്മൾ ആരെയും അനുവദിക്കില്ല, അത് ആ ആൾ എത്ര സ്ട്രോങ് ആണെങ്കിലും എന്നൊക്കെ പറയുമ്പോൾ ഇതിനെ കളിയാക്കുന്നത് പോലെ അസംബ്ലിയിൽ നിൽക്കുന്ന പീഹാൻ ചിരിക്കുന്നത് കാണാം. ഇത് കാണുമ്പോൾ ഗാമിന് ഒരു കാര്യം ഉറപ്പാകും, തൻ്റെ ഫ്രണ്ട്സിനെ സഹായിക്കുന്നതും ഒരു സ്കൂളിൽ പഠിക്കാൻ വരുന്നതോ ഒന്നും ഒരു തെറ്റല്ലെന്ന്. അവൻ നേരെ ഇപ്പോൾ അങ്ങോട്ടേക്ക് കയറി ചെന്ന് പീഹാൻ്റെ മുഖത്ത് നോക്കി ഒരെണ്ണം കൊടുക്കും. ഇത് കണ്ട് എല്ലാ സ്റ്റുഡൻസും ഷോക്കായി നിൽക്കുകയാണ്. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.